കൊല്ലം പുത്തൂരിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം. ബവറേജസിന് മുന്നിൽ യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയതിന് പിന്നാലെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ബവറേജസിന് മുൻപിൽ അടിയുണ്ടാകുന്നു, അതിനുശേഷം ആ ചുവന്ന കാറിന് മുന്നിൽ നിൽക്കുന്ന ആളെ ആദ്യമൊന്ന് അയാളെ ഇടിക്കുന്നു, രണ്ടാമത് വീണ്ടും ഇടിക്കുന്നു. അതായത് കൊല്ലാനുള്ള ഉദ്ദേശം എന്നുള്ളത് ആ രണ്ടാമത്തെ ഇടിയിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും വിചിത്രം, ഇതുവരെ വൈകുന്നേരം വരെ ഈ വിഷയത്തിൽ പോലീസിന്റെ പക്കൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കൊല്ലം പുത്തൂർ ബിവറേജിന് മുന്നിലാണ് ഇത്തരത്തിൽ മദ്യം വാങ്ങാൻ എത്തിയവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ മദ്യലഹരിയിലുമായിരുന്നു. ഇവർ ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു, പിന്നീടാണ് യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്. രണ്ട് സംഘങ്ങളായി ഏറ്റുമുട്ടൽ നടക്കുന്നു. അതിനുശേഷമാണ് സംഘത്തിലുള്ള ഒരാളെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. ആ ശ്രമം തുടർന്നു. പിന്നീട് ഈ രണ്ട് സംഘവും അവിടെ പിരിഞ്ഞു പോവുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം വ്യക്തമായത്. പ്രധാനമായി പുത്തൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ വൈകുന്നേരം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ആരും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ആ CCTV ദൃശ്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് പോലീസ് ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. ഇത് വ്യക്തിപരമായ തർക്കമായി അവർ പരസ്പരം വാക്കുതർക്കമുണ്ടാകുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു. അതിന് പിന്നാലെ അവർ ആരും പരാതി നൽകാതെ പിരിഞ്ഞു പോവുകയാണ് ഇവിടെ ഉണ്ടായത്. ശരി, അത്യന്തം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇനി പോലീസ് സ്വമേധയാ കേസെടുക്കട്ടെ. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.